PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 7-ാം തീയതി നടക്കാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എല്ലാ ദിവസവും കാലത്ത് 2 ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും. അതുകൂടാതെ കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് ലൈവായിട്ട് നമുക്ക് മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളും നല്ല രീതിയിൽ കണ്ട് വന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ല സ്കോറും നമുക്ക് നല്ല മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഓൾ ദ ബെസ്റ്റ് പറയുവാണ്. നമ്മുടെ എല്ലാ വീഡിയോസും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGSന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, രാത്രി ചെയ്യുന്ന ലൈവ് മോക്ക് ടെസ്റ്റിൻ്റെ PYQസിൻ്റെ എല്ലാം PDF നമ്മൾ ടെലിഗ്രാം വഴി നൽകുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത എന്ത്? ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുകയാണ് ഹിമാലയ പർവ്വതനിരയുടേത്. ഓക്കെ, അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് ഏതൊക്കെയാ? ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. പാമ്പാർ, കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ്? കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 ആണ്. 2. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം ഓപ്ഷൻ സി ആണ്, പ്ലേഗ് ബോണസ്. ജാതിക്കുമ്മിയുടെ കർത്താവ് ആര്? ജാതിക്കുമ്മിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരാ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിന്റെ ചെയർപേഴ്സൺ, കിഫ്ബിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല? ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ ഏത്? മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിനാണ് മേധ. മേധ. കല്ലുമാല സമരം നടന്ന സ്ഥലം? കല്ലുമാല സമരം നടക്കുന്നത് പെരിനാടാണ്. പെരിനാട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇ ഗവേണൻസ്. ഇ ഗവേണൻസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് അട്ടാരിയിലാണ്. അട്ടാരി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറിയ കേരളത്തിലെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാമ്പാടും ചോല. പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൂലമറ്റമാണ്. മൂലമറ്റം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്.
ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മുതൽ മംഗലാപുരം വരെ. സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എത്രയാണ്? സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം 8 ആണ്. 8. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏതു സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്? ആനന്ദമഠം എന്ന് പറയുന്ന കൃതി ഒരു നോവലാണ്. ആനന്ദമഠം ഒരു നോവലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. വേല ചെയ്താൽ കൂലി കിട്ടണം ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആര്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠ സ്വാമികൾ. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആര്? പ്രധാന നേതാവ് കേളപ്പൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമരാവതി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ്? ഓപ്ഷൻ എ ആണ്, തലയ്ക്കൽ ചന്തു ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിക്കുന്നത്. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ സംഭവം? KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് മൊറാഴ സമരവുമായി ബന്ധപ്പെട്ടാണ്. മൊറാഴ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. നയി താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചതാര്? നയി താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ്? നീൽ ദർപ്പൺ രചയിതാവ് ദിനബന്ധു മിത്ര. ദിനബന്ധു മിത്ര. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ച്? സുപ്രീം കോടതി ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ്, 32. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് സാരാനാഥിലാണ്. സാരാനാഥ്. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ഓരോ ദിവസവും 250 രൂപ വരെ. 250 രൂപ വരെ. സ്വരം സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭാഗം മൗലിക കടമകളാണ്. ഭാഗം 4A. സ്വരം സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൂട്ടിച്ചേർത്തതാണ് മൗലിക കടമകൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയുടെ സ്ഥാപകനാണ് DK കാർവേ. DK കാർവേ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എറണാകുളം. കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് മംഗളവനം. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ? ചാകര കാണപ്പെടുന്നത് അറബിക്കടൽ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല? സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ല. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം സംസ്ഥാന തലത്തിലാണ്. സോ ഉത്തരം ഓപ്ഷൻ ഡി, ലോകായുക്ത. ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാൽ. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ് കോടതിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഓപ്ഷൻ ബി, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം? ഓപ്ഷൻ എ ആണ്, ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി. മിശ്രവിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആര്? സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാട്.
അടുത്ത ചോദ്യം, ബ്രഹ്മപുത്രയുടെ പോഷക നദി. ബ്രഹ്മപുത്രയുടെ പോഷക നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് തിസ്തയാണ്. തിസ്ത. ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണ് തന്നിരിക്കുന്നതിൽ? തിസ്തയാണ്. അടുത്ത ചോദ്യം നോക്കാം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണ്? ഓപ്ഷൻ ബി തോറിയം. കേരള സംസ്ഥാന കായിക ദിനം. കേരള സംസ്ഥാന കായിക ദിനം ഓപ്ഷൻ സി ഒക്ടോബർ 13. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏത്? വെള്ളപ്പൊക്കം തടയുവാനായിട്ടുണ്ടായിരുന്നുള്ള തടയണയാണ് ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്. നീലമലകളുടെ നാട് നീലഗിരി. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം എന്താ? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആനമുടി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഗംഗയ്ക്കാണ്. ഗംഗ. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി സത്ലജ് നദി. സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. കാവേരി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ശരാവതി നദിയിലാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിരാക്കുഡ് എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യൻ നാവികസേനാ ദിനം എന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് ഡിസംബർ 4. ഡിസംബർ 4-നാണ് ഇന്ത്യൻ നാവികസേന ദിനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈലാണ് പൃഥ്വി എന്ന് പറയുന്നത്. പൃഥ്വി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. വാരണാസി ഏത് നദീതീരത്താണ്? വാരണാസി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് പ്രസിഡന്റ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിലാണ്? ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത്. PSC തന്ന ഉത്തരം ഓപ്ഷൻ എ 1976 പക്ഷേ പാസ്സാക്കപ്പെട്ടത് 1976-ലും നിലവിൽ വന്നത് 1977-ലുമാണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2005. ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ചൂലന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ ഏത്? പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള മലനിരകളാണ് പശ്ചിമഘട്ടം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ. കേരളത്തിലെ ശുദ്ധജല തടാകം ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കല്ലട. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്താണ്? ആനയാണ്. ആന. അടുത്ത ചോദ്യം, കേരളത്തെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്? കേരളത്തെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് 2002-ലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്? 1940-ലാണ് പള്ളിവാസൽ ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ.
വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കുറിച്യ കലാപം നടന്ന വർഷം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സമരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ചമ്പാരൻ. ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചിരിക്കുന്നത് തുണിമിൽ സമരമാണ്. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം. ജർമ്മനിയുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ചത് ഏതാണ്? റൂർക്കേലയാണ്, റൂർക്കേല. ISRO രൂപീകൃതമാവുന്നത് 1969. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ഓപ്ഷൻ സി, ചാന്ദ്രയാൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവമാണ് ചൗരി ചൗരാ സംഭവം, 1922. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം, ചിന്നാർ. ലോക ജലദിനം മാർച്ച് 22. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കർണാടക തമിഴ്നാട്. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, APJ അബ്ദുൽ കലാം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്